നമസ്കാരം. കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് ഓലയും ചേതക്കും ഐക്യൂബും തമ്മിൽ ഈ വിൽപ്പനയുടെ കാര്യത്തിൽ നല്ല പോരാട്ടം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? നമുക്കറിയാം, കഴിഞ്ഞ 2 വർഷത്തോളമായിട്ട് ഓല 1-ാം സ്ഥാനം ആർക്കും വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ 2024 ഡിസംബറിൽ ഓല 2 പടി താഴേക്ക് ഇറങ്ങി 3-ാം സ്ഥാനത്താണ് എത്തി നിൽക്കുന്നത്. 1-ാം സ്ഥാനം ചേതക്കും അതുപോലെ തന്നെ 2-ാം സ്ഥാനം TVSുമാണ് കരസ്ഥമാക്കിയിരിക്കുന്നത്. 2025 ജനുവരിയിൽ ഇന്ത്യയിൽ മൊത്തമായി വിൽപ്പന നടത്തിയ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെ സെയിൽസ് റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ടോപ്പ് 10 ലിസ്റ്റാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. ഇത്തവണ ആരാണ് മുന്നിൽ? 1, 2, 3 സ്ഥാനമൊക്കെ ആർക്കാണ്? ഓല എവിടെ? ഇതൊക്കെയാണ് പ്രധാനമായിട്ടും എല്ലാവർക്കും അറിയാനുള്ളത്. നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് 2025 ജനുവരി മാസത്തിലെ മൊത്തം വിൽപ്പന നോക്കാം. 97,677 ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളാണ് ജനുവരിയിൽ ഇന്ത്യയിൽ മൊത്തമായി വിൽപ്പന നടന്നത്. മാസാമാസ വിൽപ്പനയിൽ, അതായത് കഴിഞ്ഞ മാസത്തെ വിൽപ്പനയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 27% വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നത്. അതേപോലെ വാർഷിക വിൽപ്പനയിൽ, അതായത് കഴിഞ്ഞ വർഷത്തെ ഇതേ മാസത്തെ വിൽപ്പനയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 19% വളർച്ച കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ശരിക്കും നമ്മൾ പഴയ സെയിൽസ് റിപ്പോർട്ടൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ്, അതായത് എല്ലാ മാസവും ഇലക്ട്രിക് വാഹനങ്ങളുടെ സെയിൽസ് കൂടി വരികയാണ്. ഓക്കെ, ഇനി നമുക്ക് ടോപ്പ് 10 ലിസ്റ്റ് നോക്കാം. കൈനറ്റിക് ഗ്രീൻ ആണ് വിൽപ്പനയിൽ 10-ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണ ഇവർ ടോപ്പ് 10 ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല. 2024 ഡിസംബറിൽ 601 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച കൈനറ്റിക് ഗ്രീന് 2025 ജനുവരിയിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 806 സ്കൂട്ടറുകളാണ്. മാസാമാസ വിൽപ്പനയിൽ 34% വളർച്ച കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ വാർഷിക വിൽപ്പനയിൽ 1.7% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ 10-ാം സ്ഥാനത്തുണ്ടായിരുന്ന റിവോൾട്ട് മോട്ടോഴ്സ് ഒരു പടി മുന്നോട്ട് കയറി ഇത്തവണ 9-ാം സ്ഥാനത്താണുള്ളത്. ഡിസംബറിൽ 994 ബൈക്കുകൾ വിൽപ്പന നടത്താൻ സാധിച്ച റിവോൾട്ടിന് ജനുവരിയിൽ 1060 ബൈക്കുകൾ വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുണ്ട്. മാസാമാസ വിൽപ്പനയിൽ 6%യും വാർഷിക വിൽപ്പനയിൽ 100%യും വളരെ മികച്ച വളർച്ച കൈവരിക്കാൻ റിവോൾട്ടിന് സാധിച്ചിട്ടുണ്ട്. അതേപോലെ കഴിഞ്ഞ തവണ 6-ാം സ്ഥാനത്തുണ്ടായിരുന്ന ബിഗോസ് 2 പടി താഴേക്ക് ഇറങ്ങി ഇത്തവണ 8-ാം സ്ഥാനത്താണുള്ളത്. ഡിസംബറിൽ 1100 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ബിഗോസിന് ജനുവരിയിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 1451 സ്കൂട്ടറുകളാണ്. മാസാമാസ വിൽപ്പനയിൽ 31% വളർച്ചയാണ് കൈവരിക്കാൻ സാധിച്ചത്. അതേപോലെ വാർഷിക വിൽപ്പനയിൽ 2% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹീറോ മോട്ടോകോർപ്പ് വീഡയാണ് 7-ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണ ഇവർ 8-ാം സ്ഥാനത്തായിരുന്നു. ഡിസംബറിൽ 1020 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച വിടയ്ക്ക് ജനുവരിയിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 1615 സ്കൂട്ടറുകളാണ്. മാസാമാസ വിൽപ്പനയിൽ 58%യും വാർഷിക വിൽപ്പനയിൽ 8%യും വളർച്ച കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. പ്യൂർ EV ആണ് 6-ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണ ഇവർ 7-ാം സ്ഥാനത്തായിരുന്നു. ഡിസംബറിൽ 1087 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച പ്യൂർ EVക്ക് ജനുവരിയിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 1650 സ്കൂട്ടറുകളാണ്. ആക്ച്വലി ഇവർ സ്കൂട്ടറുകൾ മാത്രമല്ല കേട്ടോ, ഇവർക്ക് ബൈക്കുകളും ഉണ്ട്. ഇത് ഒരുമിച്ചിട്ടുള്ള സെയിൽസ് റിപ്പോർട്ടാണ്. മാസാമാസ വിൽപ്പനയിൽ 51%യും വാർഷിക വിൽപ്പനയിൽ 166%യും വളരെ മികച്ച വളർച്ച കൈവരിക്കാൻ പ്യൂർ EVക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പ് 5 ലിസ്റ്റിൽ ആരൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ഗ്രീവ്സ് മൊബിലിറ്റിയാണ് 5-ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവർ 5-ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. ഡിസംബറിൽ 2795 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ഗ്രീവ്സിന് ജനുവരിയിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 3611 സ്കൂട്ടറുകളാണ്. മാസാമാസ വിൽപ്പനയിൽ 29%യും വാർഷിക വിൽപ്പനയിൽ 53%യും മികച്ച വളർച്ച കൈവരിക്കാൻ ഗ്രീവ്സിന് സാധിച്ചിട്ടുണ്ട്. ഏഥർ 4-ാം സ്ഥാനത്ത് തന്നെ തുടരുന്നു. ഏഥറിന്റെ വിൽപ്പന നമ്മൾ പണ്ട് മുതലേ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിൽസിന്റെ കാര്യത്തിൽ ഇവർ കൺസിസ്റ്റന്റ് ആണ്. കൂടുതൽ സെയിൽസും ചെയ്യാറില്ല, അതുപോലെ തന്നെ കുറവ് സെയിൽസും ചെയ്യാറില്ല. ചില സമയത്ത് മാത്രം കുറഞ്ഞു പോകാറുണ്ട്, ചില സമയത്ത് കൂടാറുണ്ട്. പക്ഷേ ഒരു ആവറേജ് എപ്പോഴും കീപ്പ് ചെയ്യും. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഏത്തർ കുറച്ച് വില കുറയ്ക്കുകയാണെങ്കിൽ വിൽപ്പനയുടെ കാര്യത്തിൽ 1-ാം സ്ഥാനത്ത് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഡിസംബറിൽ 10,421 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ഏത്തറിന് ജനുവരിയിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 12,895 സ്കൂട്ടറുകളാണ്. മാസാമാസ വിൽപ്പനയിൽ 23%യും വാർഷിക വിൽപ്പനയിൽ 40%യും മികച്ച വളർച്ച കൈവരിക്കാൻ ഏത്തറിന് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഓലയെ പിന്തള്ളി 1-ാം സ്ഥാനത്തെത്തിയ ബജാജ് ചേതക് ഇത്തവണ 2 പടി താഴേക്ക് ഇറങ്ങി 3-ാം സ്ഥാനത്താണുള്ളത്. ഡിസംബറിൽ 18,276 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ബജാജ് ചേതകിന് ജനുവരിയിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 21,294 സ്കൂട്ടറുകളാണ്. മാസാമാസ വിൽപ്പനയിൽ 16%യും വാർഷിക വിൽപ്പനയിൽ 98%യും മികച്ച വളർച്ച കൈവരിക്കാൻ ചേതകിന് സാധിച്ചിട്ടുണ്ട്. അപ്പം ഇനി 1-ാം സ്ഥാനത്ത് ആരായിരിക്കും? TVS ഐക്യൂബോ അതോ ഓലയോ? സംശയമൊന്നും വേണ്ട, ഓല തന്നെയാണ് 1-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. 2-ാം സ്ഥാനത്തുള്ള TVS ഐക്യൂബ് കഴിഞ്ഞ തവണയും 2-ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. ഡിസംബറിൽ 17,212 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച TVS ഐക്യൂബിന് ജനുവരിയിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 23,788 സ്കൂട്ടറുകളാണ്. മാസാമാസ വിൽപ്പനയിൽ 38%യും വാർഷിക വിൽപ്പനയിൽ 56%യും മികച്ച വളർച്ച കൈവരിക്കാൻ TVS ഐക്യൂബിനും സാധിച്ചിട്ടുണ്ട്. ഓല വീണ്ടും നമ്പർ 1. കഴിഞ്ഞ തവണ 3-ാം സ്ഥാനത്തായിരുന്നു, നമ്മളത് പറഞ്ഞല്ലോ.
ഡിസംബറിൽ 13,769 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ഓലയ്ക്ക് ജനുവരിയിൽ 24,330 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുണ്ട്. മാസമാസ വിൽപ്പനയിൽ 76% മികച്ച വളർച്ചയാണ് ഓല കൈവരിച്ചിരിക്കുന്നത്. പക്ഷേ വാർഷിക വിൽപ്പനയിൽ 24% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് വാർഷിക വിൽപ്പനയുടെ കാര്യത്തിൽ ഓല ആദ്യമായിട്ടാണ് താഴോട്ട് വന്നിരിക്കുന്നത്. ഒരു മിനിറ്റ് പോകാൻ വരട്ടെ, നമുക്ക് ടോപ്പ് 10 ലിസ്റ്റിൽ വരാത്ത കുറച്ച് വണ്ടികൾ കൂടി ഉണ്ട്, അതും കൂടി നോക്കാം. ഡിസംബറിൽ 136 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച സിമ്പിൾ വണ്ണിന് ജനുവരിയിൽ 280 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുണ്ട്. മാസമാസ വിൽപ്പനയിൽ 105% വളരെ മികച്ച വളർച്ച കൈവരിക്കാൻ സിമ്പിൾ വണ്ണിന് സാധിച്ചിട്ടുണ്ട്. റിവർ ഇന്ത്യ സത്യം പറയുകയാണെങ്കിൽ ഇത്തവണ അടിപൊളി സെയിലാണ് നടത്തിയിരിക്കുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നത് എറണാകുളത്ത് അവരുടെ ഷോറൂം വന്നതുകൊണ്ടായിരിക്കും സെയിൽ കൂടിയത്. ഡിസംബറിൽ 188 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച റിവർ ഇന്ത്യക്ക് ജനുവരിയിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 598 സ്കൂട്ടറുകളാണ്. മാസമാസ വിൽപ്പനയിൽ 218% വളരെ മികച്ച വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഓപ്പൺ റോറും വിൽപ്പനയിൽ തകർത്തിട്ടുണ്ട്. ഡിസംബറിൽ 56 ബൈക്കുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ഓപ്പൺ റോറിന് ജനുവരിയിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 179 ബൈക്കുകളാണ്. മാസമാസ വിൽപ്പനയിൽ 219% വളരെ മികച്ച വളർച്ച കൈവരിക്കാൻ ഓപ്പൺ റോറിനും സാധിച്ചിട്ടുണ്ട്. അവസാനമായി നമുക്ക് അൾട്രാവയലറ്റ് F77 സെയിൽസും കൂടി നോക്കാം. ഡിസംബറിൽ 56 ബൈക്കുകൾ വിൽപ്പന നടത്താൻ സാധിച്ച അൾട്രാവയലറ്റ് F77 ജനുവരിയിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 76 ബൈക്കുകളാണ്. മാസമാസ വിൽപ്പനയിൽ 35% വളർച്ച കൈവരിക്കാൻ അൾട്രാവയലറ്റിന് സാധിച്ചിട്ടുണ്ട്. അതേപോലെ ഇന്ത്യയിൽ മൊത്തമായി വിൽപ്പന നടത്തുന്ന ഇലക്ട്രിക് കാറുകളുടെ കാര്യത്തിൽ നിലവിൽ ടാറ്റയും MGയും തമ്മിലാണ് പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ടാറ്റയുടെ വിൽപ്പന കുറയുകയും MGയുടെ വിൽപ്പന കൂടുകയുമാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത്തവണ ആരായിരിക്കും ഒന്നാം സ്ഥാനത്ത്? നമുക്ക് നോക്കാം. സ്റ്റേ ട്യൂൺഡ്.